അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ മീറ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ അടുത്തൊരു വീഡിയോ എടുത്തായിരുന്നു. അതായത് നമ്മൾ BM-ല് വണ്ടി മീറ്റർ ഓഡോമീറ്റർ ടാമ്പറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളർ ലൈറ്റ് കത്തും. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? BM-ൽ അത് കിലോമീറ്റർ ടാമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിലോമീറ്റർ അവിടെ ചെറിയൊരു റെഡ് ഡോട്ട് വരും. അത് പ്രൊഫഷണലായിട്ട് ചെയ്യാത്തതുകൊണ്ട് അത് ഒഴിവാക്കി ചെയ്യുന്നവരും ഉണ്ട്. അതിൽ എൻ്റെ ക്യാസ് എന്നുള്ള മോഡ്യൂളുണ്ട്, അതിൽ ചെയ്യണം. ക്ലസ്റ്ററിൽ അതിന് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഇതിൽ മാത്രം ക്ലസ്റ്റർ ചിലപ്പം ഡയറക്റ്റ് മാറിയിട്ട് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ ഒരു ഡോട്ട് കാണിക്കുന്നത്. ശരി. അപ്പൊ അതായത് തട്ടിപ്പ് നടത്തുന്നത് പ്രൊഫഷണലായിട്ട് തട്ടിപ്പ് നടത്താത്തവരെ കൊണ്ടാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. ഓക്കെ, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ചില ആൾക്കാർ നമ്മളടുത്ത് ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്ന ടൈമിലൊക്കെ ചോദിക്കലുണ്ട്, ഇത് കമ്പനി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ടാമ്പറിങ് അറിയാൻ പറ്റുമോ എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളൊരു കമ്പനി എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു സംഭവം? BM-ൽ അത് ടാമ്പറിങ് ചെയ്യും, എല്ലാ ഇതിലും ചെയ്യും. ക്യാസ് എന്നുള്ള മോഡ്യൂൾ മാറ്റുമ്പോൾ അതിൽ മാറ്റും. എങ്ങനെയൊക്കെ ഈ ടാമ്പറിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചില വണ്ടികളിൽ നമ്മൾ കിലോമീറ്റർ മാറ്റും, പക്ഷെ അത് ഗിയർ ബോക്സിൽ റീഡിങ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കറക്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്ത കിലോമീറ്റർ അതിൽ കാണിക്കും. പക്ഷെ BM-ലാകുമ്പോൾ അത് എല്ലാ ഇതിലും അതിൽ ചേഞ്ച് വരുത്തും. ക്യാസ് എന്നുള്ള മോഡ്യൂൾ വരുത്തും, ക്ലസ്റ്ററിൽ വരുത്തും. അപ്പോൾ അത് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി, ഇന്ന ഡേറ്റിൽ എത്ര ഓടി എന്നുള്ള അതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. BM-ൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു BMW എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല, അതിന്റെ മീറ്റർ മറച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ. അല്ല, ഇത്തരം സ്കാമിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത് സർവീസ് ഹിസ്റ്ററി ക്രോസ് ചെക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ കാലം മുതലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വണ്ടീൻ്റെ ജാതകമാണ്. അതായത് ഒരു വണ്ടി എങ്ങനെയാണ് പ്രീവിയസ്ലി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടത്, അതിനനുസരിച്ചിട്ടുണ്ടാവും വണ്ടീൻ്റെ മുന്നോട്ടുള്ള ഭാവി.